കൊല്ലം കരമന തളിയിൽ ശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. മരം കടപുഴകിയും വ്യാപക നാശനഷ്ടമുണ്ടായി. 6 വീടുകൾക്കാണ് കേടുപാടുണ്ടായത്. സനീറ്റ വിവരങ്ങളുമായി ചേരുകയാണ്. സനീറ്റ, ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും ഉണ്ടോ? നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ വീടിന് എന്താണ് സംഭവിച്ചത്? സ്വാതി, ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഇത്തരത്തിൽ ഈ കരമന തളിയിൽ ശക്തമായ കാറ്റ് മൂലമുണ്ടായി ഇത്തരത്തിൽ ഈ 3 വീടുകൾ ഭാഗികമായി ഇത്തരത്തിൽ മേൽക്കൂര ഉൾപ്പെടെ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ 3 വീടുകൾ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ 100-200 മീറ്റർ അകലെയാണ് നേരെ അവിടെ കാണുന്നത് പോലെ ഇത്തരത്തിൽ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം പൂർണ്ണമായും കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഒരു പ്രദേശമാകെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കും ആളപായമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒന്ന്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഈ 3 വീടുകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കാണുന്ന 3 വീടുകൾ പൂർണ്ണമായും നശിച്ച നിലയിൽ തന്നെയാണ്. മറ്റൊരു കാര്യം, ഇവർ ഈ കുടുംബാംഗങ്ങളെല്ലാം മറ്റൊരു കുടുംബപരമായ ഒരു പരിപാടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കുകളില്ല. അത് ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഭാഗികമായാണ് ഇപ്പോൾ നമുക്ക് ഈ വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു തരത്തിലും ഇവിടെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണത്തിൽ അത്ര കണ്ട് ഈ മഴയിലും കാറ്റിലും ശക്തമായ കാറ്റിലും മഴയിലും ഈ വീടുകൾ നശിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നമ്മൾ വരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഒരു പ്രദേശമാകെ വലിയൊരു ദുരന്തത്തിൽ തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവർ തന്നെ ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നത് വലിയ ഈ ഇത്തരത്തിൽ ശക്തമായ ഒരു മഴയുണ്ടായാൽ വീണു പോകാൻ കഴിയുന്ന വലിയ തരത്തിലുള്ള മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അധികൃതരുമായി മുന്നേ തന്നെ സംസാരിച്ചിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തൊന്നും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു എന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവിടെ നിലവിൽ നാട്ടുകാരുടെ തന്നെ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വഴിയിലൊക്കെ യാതൊരു തരത്തിലും ഇങ്ങോട്ടേക്ക് വരുവാൻ കഴിയാത്ത സാഹചര്യമാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടാണ് ആ മരങ്ങളൊക്കെ ഇവിടുന്ന് മുറിച്ചു മാറ്റുന്ന സാഹചര്യം. ചേട്ടാ, എപ്പോഴായിരുന്നു ഇപ്പൊ നാട്ടുകാരോട് തന്നെ നമുക്ക് 2 മണി നമ്മൾ ജാതകം കൂടെ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ വീടിൻ്റെ കൂര മൊത്തം പോയി. ഒരു 3-4 വീട് പോയെന്നത്. അതുകൊണ്ട് ആ വീട്ടിലും പോയി, ആ ഷീറ്റ് പോയി. അവിടെ നോക്കണം. ശക്തമായ കാറ്റ് തന്നെയായിരുന്നു. കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. പക്ഷെ വേറെ വീണ്ടും വലുതായിട്ട് കാറ്റ് അടിച്ചിട്ടില്ലേ. ഇവിടെ ഈ ഭാഗത്ത് മാത്രം. നമ്മളിവിടെ വന്നപ്പം മേൽക്കൂരൊന്നുമില്ല. ഞാൻ ഒരു ജാതകം കൂടെ ആയിരുന്നു, അതിന് പോയിരുന്നു. എന്തായാലും ആർക്കും പരിക്കുകളൊന്നുമില്ല. കാരണം സ്കൂളുള്ളതുകൊണ്ട് കുട്ടികളെല്ലാം നേരത്തെ സ്കൂളിൽ പോകണ്ട. അല്ലെങ്കിൽ ഇവിടെയൊക്കെയാണ് കളിക്കുന്നത്. ഇതെൻ്റെ വീട്ടിന് കൂരയാണ്. അത് അവിടെ നിന്ന് ഒന്നാണ്. ഇതിൻ്റെ അവിടെ അപ്പോൾ അങ്ങനെ തന്നെയാണ് സ്വാതി. നിരവധി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി കുട്ടികളുള്ള ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും കുട്ടികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പരിക്കുകളില്ല എന്നത് ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇത്തരത്തിൽ ഈ വീടിൻ്റെ മേൽക്കൂരയാണ് അങ്ങ് 100-200 മീറ്റർ അകലെ അവിടെ പതിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആർക്കും പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരം. സ്വാതി. ശരി, സനീറ്റ് പറഞ്ഞതുപോലെ ആർക്കും പരിക്കില്ല. വലിയ ശക്തമായ കാറ്റാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. വീടുകളുടെ മേൽക്കൂരയൊക്കെ പറന്നു പോകുകയും ചെയ്തു.